എന്താന്ന് എല്ലാം ചിക്കനാണ്, ഡോണ്ട് വറി. ഇത് ചിക്കനാണ്. ഇതും ചിക്കനാണ്. ഇതിന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ എന്താ പറയണ്ടേ? ടേസ്റ്റ് നോക്കിയിട്ട് എന്ത് ചിക്കനാണെന്ന് പറഞ്ഞു. എനിക്കിതെല്ലാം തന്തൂരിയിൽ. ഇതൊരു കബാബാണ്, കൽമി കബാബ്. അറിയോ? ഇല്ല, കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല, എനിക്കും അറിയത്തില്ല. കേട്ടിട്ടില്ല. സ്വീറ്റ് ആണ്. കറക്റ്റാ ചേച്ചി എടുക്കുന്നത്, കറക്റ്റാ, വെരി റൈറ്റ്. എന്താണ് ഇതിൽ എനിക്ക് എന്തൊക്കെ ഫ്ലേവർ വരുന്നു ഞാൻ പറയാം. ബദാം ഉണ്ട്, പിസ്തയുണ്ട്. യെസ്, എനിക്കൊരു രസമലായിയുടെ ഒക്കെ പോലെ തോന്നുന്നു. രസമലായി തന്നെയല്ലേ? അമ്മേ, എന്നോട് ക്ഷമിക്കണം ചേച്ചി. അതിന്റെ പേരെന്താന്നറിയോ? ഗുൽക്കൻ കാ എന്താ? ഖീർ. ഖീർ, കറക്റ്റ്. പായസം. എനിക്ക് ഫ്ലേവർ ഒക്കെ എനിക്ക് പറഞ്ഞു, പക്ഷെ ബാക്കി ഗുൽക്കൻ കാ ഖീർ ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന പേരാണോ? ഞാൻ ഇവിടെ വെക്കണം. ഓക്കെ ചേച്ചി, തന്നേക്കോ. മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ചേച്ചി കഴിക്കൂല ചേച്ചി, എല്ലാം ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കാം, പേടിക്കേ വേണ്ട. കഴിച്ചു നോക്കിക്കോ ചേച്ചി വേണമെങ്കിൽ. വെജിറ്റേറിയൻ അല്ല ചേച്ചി, നോൺ കഴിക്കുന്ന ആളാണെന്ന് ഞങ്ങളോട് നേരത്തെ ചോദിച്ച അനുവാദം എടുത്തിട്ടുണ്ട് കേട്ടോ. മട്ടൺ മാത്രം ഞാൻ കഴിക്കില്ല. മട്ടൺ ഇല്ല. അതെന്തായിരിക്കും? ഇത് ചിക്കൻ. എന്ത് ചിക്കൻ ആയിരിക്കും? തന്തൂരി ഫീല് പോലെ തോന്നുന്നു. അല്ലേ? കഴിക്കണേന് മുന്നേ ചേച്ചിക്ക് ഇത് എങ്ങനെ മനസ്സിലായത് തന്തൂരി ചിക്കൻ ആണെന്ന്? എനിക്ക് ഗ്രേവി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരു ചിക്കന്റെ. അതെ, കഴിച്ചോ ചേച്ചി, കഴിച്ചോ, കുഴപ്പമില്ല. തന്തൂരി ചിക്കൻ തന്നെയായിരുന്നു. ഒരെണ്ണം കൂടെ കുടിച്ചോ. കുടിച്ചോ. ഇത് ലസ്സി. കറക്റ്റ്. എന്ത് ലസ്സി അത്? മാംഗോ ലസ്സി, സ്വീറ്റ് ലസ്സി. പിസ്തയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് ഞാൻ കുടിക്കാണ്. ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ മൊത്തം കുടിച്ചേക്കാം. ഇത് ലസ്സി. കറക്റ്റ്. ചേച്ചി കണ്ണ ഊരിക്കോ ചേച്ചി. ചേച്ചി അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഈ മൊത്തം കണ്ണു തുറന്നിരുന്ന ഞാൻ ഇതൊക്കെ എന്താണെന്ന് അറിയാതെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതല്ലേ? പിന്നെ ഡൺ. അപ്പൊ ഏതായാലും ഹോയ് പഞ്ചാബിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡിഷസ് ഒക്കെ കഴിക്കാൻ പറ്റും അല്ലേ ഏട്ടാ? നല്ല ഡിഷാണ്. എല്ലാം ചേച്ചിക്ക് ഇഷ്ടമായില്ലേ? വീട്ടില് ഞാന് മക്കള് കഴിക്കും, ഹസ്ബൻഡ് വെജിറ്റേറിയൻ ആണ്. അത് ശരി. എന്നാലും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ? എപ്പോഴും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? കൊക്കയെല്ലാം നമ്മള് വീട്ടിലുണ്ടാക്കും. ഇത്ര വിജയകരമായിട്ട് ഈ റൗണ്ട് വളരെ ഗംഭീരമായിട്ട് ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിച്ചു നോക്കിയത്. വളരെ ഗംഭീര സക്സസ്ഫുൾ ആയി. അല്ല, കഴിച്ച ഡിഷസ് ഒക്കെ ടേസ്റ്റി ആയിരുന്നു. നമുക്ക് ഫ്ലേവർ മനസ്സിലാവും. ചില കാര്യങ്ങൾക്ക് ചില ഒതന്റിക് ഫ്ലേവർ ഉണ്ടല്ലോ, നമുക്ക് അതാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് കണ്ണ് കെട്ടിയാലും നമുക്ക് മനസ്സിലാവുന്ന അതുപോലത്തെ ആയിരുന്നു. അപ്പൊ ഏതായാലും ഇതൊക്കെ ട്രൈ ചെയ്യാനുള്ളവർക്ക് ഹോയ് പഞ്ചാബിലേക്ക് വരാം. ടൗൺ ഹാളിനടുത്താണ്. ധൈര്യമായിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാം. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഫാമിലിയോട് കൂടി വരാം കേട്ടോ.